ഹേ മക്കളെ, നമ്മളെ നീറ്റ് 2024 കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ് നീറ്റ് 2024 എന്ത് വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനം നീറ്റ് 2023 വേഴ്സസ് നീറ്റ് 2024 എന്നുള്ളതാണ്. നീറ്റ് 2023 കമ്പയർ ചെയ്യുകയാണെങ്കിൽ നീറ്റ് 2024 സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു. പക്ഷേ എന്തൊക്കെയോ മാജിക്കുകൾ മൊത്തത്തിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ള കാര്യം. 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ലെവൽ 3 ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് കുറച്ച് ഹയർ ആണ് ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ ഇവിടെ ചെയ്താൽ 2023 ലെവൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് ലൈറ്റർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെയുള്ള ലെവൽ 3 ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുതലാണ്. പക്ഷേ നമ്പർ ഓഫ് ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആർ വെരി ലെസ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊത്തത്തിൽ 10 ലെവൽ 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തുനിന്ന് നമുക്ക് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാധനങ്ങൾ ഒരു 6 ലെവൽ 3 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതായത് 174 ക്വസ്റ്റ്യൻസിനും ലെവൽ 1 നിന്ന് ലെവൽ 2 നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഏറ്റവും ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടാൻ പ്രോബബ്ലി ഏറ്റവും നല്ല മെഡിക്കൽ കോളേജുകളായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും അടക്കം എത്താൻ വേണ്ടിയിട്ട് നമുക്ക് NCERT മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് 2023 2024 ഒരേപോലെ തന്നെ എന്ത് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് 2023 ഔട്ട് ഓഫ് NCERT എന്ന് പറയാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ 2024 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡിലീറ്റഡ് ടോപ്പിക്, ഒരു DK, റേഡിയോ ആക്റ്റീവ് DKന്റെ ഭാഗത്തുള്ള ഒരു ഡിലീറ്റഡ് ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഫിസിക്സിലൊക്കെ ഒരു ലെവൽ കടന്നിട്ടുള്ള ഒരു ലെവൽ കടന്നിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ഒരു സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ബയോളജിയുടെ അകത്ത് ബേസിക്കലി ബയോഡൈവേഴ്സിറ്റി ആ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ, അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും കംപ്ലീറ്റ്ലി ഔട്ട് എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയുന്നതിനേക്കാൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു 1ാം റാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മേ ബി അതൊരു സാധനമാണ്. ബേസിക്കലി നമുക്ക് 1ാം റാങ്കിന്റെ ആവശ്യമില്ല. നമുക്ക് നല്ല കോളേജിലാണ് പഠിക്കേണ്ടത്. കാരണം 1ാം റാങ്ക് കിട്ടുന്നവനും 100ാം റാങ്ക് കിട്ടുന്നവനും 200ാം റാങ്ക് കിട്ടുന്നവനൊക്കെ ഒരേ കോളേജിലാണ് എത്തിപ്പെടുക. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ദാറ്റ് വോണ്ട് മച്ച് അഫക്റ്റ് അങ്ങനത്തെ ഒരു രൂപത്തിലാണ്. ഇപ്പോൾ 2024 ആക്ച്വലി എക്സാം ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു ബിറ്റ് ഹയർ ആയിരുന്നു. ഒരു 10 ക്വസ്റ്റ്യൻ കിടിലൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ബാക്കി 170 ക്വസ്റ്റ്യൻ 2023 ലെവലിലോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴേക്കോ പോയിട്ടുണ്ട്. സോ ഇതിനകത്ത് കൂടുതൽ ഈ എന്താ പറയുക എഫക്റ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിടിലനായിട്ടുള്ള 10 ക്വസ്റ്റ്യൻസിന്റെ ലെവൽ കൂടി എന്നുള്ളതിനേക്കാളും ബാക്കി 170 ക്വസ്റ്റ്യൻ ലെവൽ താന്നു എന്നുള്ളതിലാണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുക. സോ സ്കോർ വരുമ്പോൾ 2023 ഹൈ സ്കോറിംഗ് ആയിട്ട് മാറും. മേ ബി റിയലി ഹൈ സ്കോറിംഗ്. കിട്ടുന്ന റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് കേരളത്തിൽ 700ന്റെ മുകളിൽ കേരളത്തിൽ മാത്രം ഒരു 100ന്റെ അടുത്ത് കുട്ടികൾ, ഒരു 85-100 കുട്ടികൾ കേരളത്തിൽ മാത്രം ഉണ്ടെന്നുള്ളത്. അതിനകത്ത് 5 കുട്ടികളെ ഡോപ്പേന്ന് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് അടിപൊളിയായിട്ട്. നമ്മൾ 960 കുട്ടികളെയാണ് ഡോപ്പയിൽ മൊത്തം ട്രെയിൻ ചെയ്യിപ്പിച്ചത്. റെസിഡൻഷ്യൽ ആയിട്ട് 960 കുട്ടികളായിരുന്നു ഡോപ്പയിൽ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് നിന്ന് നമുക്ക് 130 കുട്ടികൾ 650+ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക 650ന്റെ മേളിൽ സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഒരു എന്താ പറയുക 10-12%, 13% എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് എ ഹ്യൂജ് സക്സസ് ആണ് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിനെ സംബന്ധിച്ചിട്ട്. ബാക്കി ഒരു മേ ബി 10,000 20,000 കുട്ടികൾ പഠിക്കുന്നിടത്തുനിന്ന് 1000 വരുന്നതിനേക്കാളും അല്ലെങ്കിൽ 10,000 20,000 പഠിക്കുന്നിടത്തുനിന്ന് 100 വരുന്നതിനേക്കാളും ഒക്കെ വലിയ പെർസെൻറ്റേജ് ആണ് 960, ലെസ് ദാൻ 1000 ആണ് ടോട്ടൽ റെസിഡൻഷ്യൽ കപ്പാസിറ്റി. അതിനകത്തു നിന്നാണ് നമ്മൾ ഈ 130+ സാധനങ്ങൾ വന്നിട്ടുള്ളത്. സോ ബാക്കി കുട്ടികളുടെ വീഡിയോസിലും സാധനങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം, അവർ പറയുന്ന ഒരു ഫീഡ്ബാക്കും സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. സോ ഫൈനലി ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ നീറ്റ് 2023 ലെവൽ കൂടിയിട്ടുള്ള ലെവൽ 3 ക്വസ്റ്റ്യൻസും ലെവൽ കുറഞ്ഞിട്ടുള്ള ലെവൽ 1 ലെവൽ 2 ക്വസ്റ്റ്യൻസും ആണ് നീറ്റ് 2024 ഉണ്ടായിരുന്നത്. ആൻഡ് സിലബസ് വാസ് NCERT, കുറച്ച് ഡീവിയേഷൻസ് സാധനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി 2025 മുമ്പ് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യണം? ഡെഫിനറ്റ്ലി നമുക്ക് ഒരു 660 670 ഒക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കും നീറ്റ് 2025 എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി ഉറപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോകുക. ആൻഡ് എന്ത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCERT മാത്രം പഠിക്കണം എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ്. പർട്ടിക്കുലർലി ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഔട്ട് ഓഫ് NCERT സാധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അത് വേണ്ട എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള കാര്യം. സോ സിലബസ് മാത്രം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഔട്ട് ഓഫ് സിലബസിലേക്ക് പോകുന്നത് ഓരോ മൊമെന്റും വേസ്റ്റ് ആണ്, എസ്പെഷ്യലി ഒരു സാധാരണക്കാരായ കുട്ടികൾ. ഇപ്പോൾ ഡോപ്പയിൽ വന്നിട്ടുള്ള ഞാൻ പറഞ്ഞില്ല 650+ 130 കുട്ടികൾ, 130ന്റെ മേളിൽ കുട്ടികളുണ്ട്. കറക്റ്റ് കൗണ്ട് കിട്ടിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്ത് തരാം. ആൾക്കാരുടെ ഫോട്ടോയും ബാച്ചിന്റെ പേരും അടക്കം വെച്ച് എല്ലാ സാധനങ്ങളും വെച്ചിട്ട് വീഡിയോസ് അടക്കം വെച്ചിട്ട് ചെയ്തു തരാം. എല്ലാവർക്കും ഇൻക്രെഡിബിൾ സ്റ്റോറീസ് ഉണ്ട്. ഇന്നലെ രാത്രി തന്നെ ചില സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് എനിക്ക് എൻ്റെ തന്നെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. അത്രയും സാധനങ്ങളുണ്ട്. അത് പബ്ലിഷ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. ഇവരൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആവറേജ് സ്റ്റുഡൻസ് ആണ്. ഒരു
കിട്ടാതെ പോയ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് പെട്ടുപോയ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. സോ അവർക്ക് കറക്റ്റ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൃത്യ സിലബസ് മാത്രം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഔട്ട് ഓഫ് സിലബസ് കാര്യങ്ങൾ സംഗതികളെല്ലാം കൂടി പഠിക്കുന്ന സമയത്ത് മേ ബി ഒരു എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ചിലപ്പോൾ അത് പറ്റുമായിരിക്കും. സാധാരണ ഇപ്പോൾ എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സിലബസ് തന്നെ ധാരാളമാണ്. സോ ആ സിലബസ് മാത്രം പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിലബസ് മാത്രം വെൽ ട്രെയിൻഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു തരത്തിലേക്ക് മാറുക. ഡെഫിനറ്റ്ലി നീറ്റ് 2025 വിൽ ബി എ സിമ്പിൾ എക്സാം എന്നുള്ള രൂപത്തിലേക്കാണ്. നമുക്ക് തെളിവുകളുണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും എന്ത് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ധാരണകൾ 2022, 23, 24 കൂടി നമുക്ക് തരുന്നുണ്ട്. സോ 2025 വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറെടുക്കാം. സോ ദാറ്റ് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2023, 24 ആൻഡ് വാട്ട് ടു എക്സ്പെക്ട് ഇൻ 2025. അടുത്ത വീഡിയോ കാണാം. ബൈ.